ഈ പ്ലെയർ നമുക്കൊട്ടും ചിന്തിക്കാനാവാത്ത കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് പിച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. നമ്മുടെ ലിസ്റ്റിലെ നമ്പർ 1 പ്ലെയർ ഇവിടെ ഒരു അവസരം 101% അർഹിക്കുന്നു. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ രാഹുൽ KP അങ്ങനെ ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ്. ശരിക്കും രാഹുലിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് കരിയറിന് ഒരു ബെറ്റർ എൻഡിങ് ഉണ്ടാവണമെന്ന് ഞാൻ പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പെർഫോമൻസുകൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരുന്നപ്പോഴും ഫൈനൽ തേർഡിൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് രാഹുലിന് നൽകാനാവാഞ്ഞപ്പോഴും രാഹുൽ പുറത്തിരിക്കണം എന്ന് തന്നെയാണ് ഞാനും ശക്തമായിട്ട് വാദിച്ചിട്ടുള്ളത്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഈ ക്ലബിൽ തന്നെ രാഹുൽ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യണം എന്നായിരുന്നു എന്റെയും ആഗ്രഹം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് ചെയ്യുന്ന വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് എനിക്ക് ഉറപ്പാണ് എന്നെ പോലെ തന്നെ മെജോറിറ്റി ആൾക്കാരും രാഹുലിന്റെ ഓരോ പെർഫോമൻസും ക്വസ്റ്റ്യൻ ചെയ്തത് അവൻ ജയിച്ചു കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്. രാഹുലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. പക്ഷെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഈ ഇൻട്രോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുലിന് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാൻ പറ്റിയ 5 ബെസ്റ്റ് വിങ്ങർമാരെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോറു സിംഗ് റൈറ്റ് വിങ്ങർ ആയിട്ട് ഉണ്ടെന്നറിയാം. പക്ഷേ സൗരവ് എന്തായാലും ലോണിന് പോയ ആ ഒരു സാഹചര്യത്തിൽ പുതിയൊരു പ്ലെയർ ഈ പൊസിഷനിലേക്ക് വരണം എന്നുള്ളത് മസ്റ്റാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന 5 വിങ്ങേഴ്സിൽ റൈറ്റ് വിങ്ങേഴ്സും ഉണ്ട്, ലെഫ്റ്റ് വിങ്ങേഴ്സും ഉണ്ട്. ഇവരെല്ലാവരും തന്നെ ഈ 2 പൊസിഷനും വളരെ നന്നായി കളിക്കുന്നത് കൊണ്ട് തന്നെ ഓൺ പേപ്പർ ഇവർ എന്ത് പൊസിഷൻ കളിക്കുന്നു എന്നുള്ളത് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. ഈ ലിസ്റ്റിൽ 5ാമത്തെ പ്ലെയർ ആണ് ഏറ്റവും എക്സൈറ്റിംഗ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള പ്ലെയേഴ്സ് അത്ര പോരാ എന്നല്ല, പക്ഷേ ഈ പ്ലെയർ നമുക്കൊട്ടും ചിന്തിക്കാനാവാത്ത കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് പിച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ജംഷഡ്പൂർ FCയുടെ മലയാളി വിങ്ങർ സനാൻ മുഹമ്മദ്. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള സനാന്റെ പൊട്ടൻഷ്യലിന് അതിരുകളില്ല. ടെക്നിക്കൽ എബിലിറ്റി കൊണ്ടും തന്റെ സ്കില്ലിലുള്ള കോൺഫിഡൻസ് കൊണ്ടും പ്രായത്തിൽ കവിഞ്ഞൊരു പക്വതയാണ് സനാൻ ഇതുവരെ കാണിച്ചിട്ടുള്ളത്. ISLൽ തന്റെ 2ാം സീസൺ മാത്രം കളിക്കുന്ന സനാൻ ജംഷഡ്പൂരിന് വേണ്ടി ഓൾറെഡി 22 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതേ പ്രായമുള്ള വേറെ പല പ്ലേയേഴ്സും റെഗുലർ പ്ലേയിങ് ടൈമിനായി സ്ട്രഗിൾ ചെയ്യുമ്പോഴും സനാൻ ജംഷഡ്പൂരിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു. ആകെ മൊത്തം 33 ISL മത്സരങ്ങളിൽ കളിച്ച സനാൻ 3 ഗോളും 2 അസിസ്റ്റും നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ 23 സക്സസ്ഫുൾ ഡ്രിബിൾസും 22 ചാൻസുകളും 20 കീ പാസുകളും സനാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മത്സരങ്ങളിലൊക്കെ 82 ബോൾ റിക്കവറിയും 70 ക്രോസുകളും നൽകിയ സനാൻ ഒരു കില്ലാടി തന്നെ. എന്നിട്ടും എന്തുകൊണ്ട് എന്റെ ഫേവറേറ്റ് ആയ ഈ ഒരു പ്ലെയർ വെറും 5ാം സ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ഈ ഒരു ട്രാൻസ്ഫർ ഇപ്പൊ നടക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അല്ല, 2028 വരെ കോൺട്രാക്ട് ഉള്ള സനാനെ എന്തായാലും ജംഷഡ്പൂർ വിൽക്കാൻ നോക്കില്ല. ഇനി ഒരു ഓഫർ വരികയാണെങ്കിൽ തന്നെ സനാൻ എന്തായാലും ഒരു 2 സീസണെങ്കിലും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പൊ സനാന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാം ജംഷഡ്പൂരിൽ തന്നെ ഉണ്ട്. ഒരു നല്ല കോച്ച്, റെഗുലർ പ്ലേയിങ് ടൈം, ടീമിൽ ഒരു ഇമ്പോർട്ടന്റ് സ്ഥാനം, ഇതെല്ലാം സനാന് സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലെയറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം വിട്ടെറിഞ്ഞ് ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരേണ്ട ഒരു ആവശ്യവുമില്ല. ഈ ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നേരെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാത്രം വന്നേക്കണേടാ മോനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ ലിസ്റ്റിലെ അടുത്ത മലയാളി വിഷ്ണു PV. 23 വയസ്സുകാരനായ വിഷ്ണുവിന്റെ വളർച്ച നമ്മൾ ഓരോ മലയാളികളും സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. 2023 വരെ മുത്തൂറ്റിൽ കളിച്ച ഈ പ്ലെയർ ഈസ്റ്റ് ബംഗാളിൽ വന്നിട്ട് ചുമ്മാ ഈസി ആയിട്ടാണ് ISL ലെവലിലോട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. സനാനെ പോലെ തന്നെ വിഷ്ണുവും ISLൽ തന്റെ 2ാമത്തെ സീസണിലാണെങ്കിലും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഓൾറെഡി 32 മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞു. വിഷ്ണുവിന്റെ 77 ബോൾ റിക്കവറീസ്, 12 ചാൻസസ് ക്രിയേറ്റഡ്, 10 കീ പാസസും 34 ക്രോസും സനാനേക്കാൾ കുറവാണെങ്കിലും ഈ പ്ലെയർ സനാനേക്കാൾ 23 സക്സസ്ഫുൾ ഡ്രിബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സനാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഗോൾ കൂടുതലും അടിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മളിൽ പലരും വിഷ്ണുവിനെ കുറിച്ച് അധികം സംസാരിക്കാത്തത് അത് ഈ പ്ലെയറിന്റെ നേച്ചർ കൊണ്ടാണ്. അധികം വലിയ അറ്റൻഷൻ ഗ്രാബിംഗ് ഒന്നും ചെയ്യാതെ വളരെ അൺസെൽഫിഷായി അവന്റെ ഡ്യൂട്ടി ചെയ്യുന്നു. എനിക്കുള്ള സംശയം ഈ വിഷ്ണുവിനെ പോലെയുള്ള പ്ലെയേഴ്സിനെ ഒന്നും എന്തുകൊണ്ടാണ് നമുക്ക് മുത്തൂറ്റിൽ നിന്ന് ഡയറക്ട്ലി മേടിക്കാൻ ആവാത്തത്? ഈസ്റ്റ് ബംഗാളിന്റെ റിസർവ് ടീം നോക്കിയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര ക്വാളിറ്റി യങ് പ്ലേയേഴ്സിനെയാണ് അവർ അങ്ങോട്ട് കൊണ്ടുപോകണത്. ഇതിൽ ബിനോ ജോർജ് ഫാക്ടർ ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു സിസ്റ്റം ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു കണക്കിന് ഈ പ്ലെയേഴ്സ് ഒക്കെ ഇവിടെ വന്നാലും അവർക്ക് ഡെവലപ്പ് ആവാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഐമനൊക്കെ ഇതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷെ അവർക്കൊന്നും വിഷ്ണുവിനൊക്കെ ഈസ്റ്റ് ബംഗാളിൽ കിട്ടുന്ന പോലെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിക്രം പ്രതാപ് സിംഗ് ആണ് ഈ ലിസ്റ്റിലെ അടുത്ത പ്ലെയർ. കഴിഞ്ഞ സീസൺ മുംബൈ സിറ്റി ഫൈനൽ ജയിച്ചപ്പോൾ ആ ഒരു ക്യാമ്പയിൻ തന്നെയായിരുന്നു വിക്രമിന്റെ ഇതുവരെയുള്ള ബെസ്റ്റ് ISL സീസൺ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ഇന്ത്യൻ വിങ്ങറിന്റെ ഔട്ട്പുട്ട് വെച്ച് നോക്കുമ്പോൾ ഇതുപോലൊരു സീസൺ വളരെ റെയർ ആണ്. എല്ലാ കോമ്പറ്റീഷനിലും ഉൾപ്പെടെ
9 ഗോളും 5 അസിസ്റ്റുമാണ് വിക്രത്തിന്റെ ബൂട്ടിൽ നിന്ന് കഴിഞ്ഞ സീസൺ പിറന്നത്. ISL പ്ലേ ഓഫിലും ഗോളും അസിസ്റ്റും നേടിയ വിക്രം ആകെ മൊത്തം 33 മത്സരങ്ങളും കളിച്ചു. പിന്നെ ഈ ലിസ്റ്റിൽ 77 ഷോട്ടിൽ 31 എണ്ണവും ഓൺ ടാർഗറ്റ് അടിച്ച വിക്രം തന്നെയാണ് നമ്മൾ പ്രൊഫൈൽ ചെയ്ത വിങ്ങേഴ്സിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. 36 ഡ്രിബിൾസും 149 ബോൾ റിക്കവറിയും 45 ചാൻസസും 41 കീ പാസസും ക്രിയേറ്റ് ചെയ്ത വിക്രം 74 ക്രോസും നൽകിയിട്ടുണ്ട്. ഒരു 22 വയസ്സുകാരനായ ഇന്ത്യൻ വിംഗറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ISLൽ ഇത് വളരെ ബ്രില്യൻ നമ്പേഴ്സ് തന്നെയാണ്. ഈ സീസൺ മുംബൈ സിറ്റി മൊത്തത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് വിക്രത്തിന്റെ നമ്പേഴ്സിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ലഭിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു പ്ലെയർ ആയിട്ട് വിക്രത്തിന് തിരിച്ചു വരാനാവും. ഇനി ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ പ്ലെയർ, കഴിഞ്ഞ കൊല്ലം ISL ടീം ഓഫ് ദ സീസൺ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചൂസ് ചെയ്തപ്പോൾ വിക്രമിന് പകരം ഈ പ്ലെയറിനെയാണ് ലെഫ്റ്റ് വിങ്ങിൽ പിക്ക് ചെയ്തത്. അതിന് തക്കതായ കാരണമുണ്ട്. അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ഒഡീഷ FCയുടെ ഐസക് വാൻലാൽ റുത്ഫെല. ഐസക്കിനെ എനിക്ക് ഐസോൾ FCക്ക് കളിക്കുമ്പോൾ തൊട്ടേ അറിയാം. 2019-20 സീസണിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ആ ടീമിന്റെ സൂപ്പർ സ്റ്റാർ പ്ലെയർ ആയിരുന്നു ഈ ഐസക്. അതിനുശേഷമാണ് ഒഡീഷ FCയിലേക്ക് ഐസക് പോൾ റാംഫാങ്സാവയ്ക്കൊപ്പം എത്തുന്നത്. ഇനി പോൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ 5 റിപ്ലേസ്മെന്റ്സ് ഫോർ ജീക്സൺ വീഡിയോ കണ്ടാൽ മതി. അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ലിങ്ക് ചെയ്തേക്കാം. ISLലേക്ക് വന്നതിന് ശേഷം ആ ഒരു കോവിഡ് സീസണിൽ സ്റ്റുവർട്ട് ബാക്സ്റ്ററിന് കീഴിൽ വർക്ക് ചെയ്ത ഐസക്കിന് ഒഡീഷയിൽ ഒരു ബ്രേക്ക് ഔട്ട് സീസൺ എൻജോയ് ചെയ്യാനായില്ല. എന്തായാലും ആ ഒരു സ്ലോ സ്റ്റാർട്ടിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഐസക് ഇപ്പോൾ ISLലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വിങ്ങേഴ്സ് ആയി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ സീസൺ ഒഡീഷ സെമി ഫൈനൽ വരെ എത്തിയപ്പോൾ ഐസക്കിന്റെ ബൂട്ടിൽ നിന്ന് പറഞ്ഞത് 7 ഗോളും 4 അസിസ്റ്റുമാണ്. ഇതിൽ പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അടിച്ച ഗോളും AFC കപ്പിൽ അടിച്ച 2 ഗോളുകളും ഇൻക്ലൂഡഡും ആണ്. ഇനി സ്റ്റാറ്റ്സിന്റെ കാര്യം നോക്കിയാലും ഐസക് ഒട്ടും പിന്നിലല്ല. 51 സക്സസ്ഫുൾ ഡ്രിബിൾ, 38 ചാൻസസ് ക്രിയേറ്റഡ്, 30 കീ പാസസ്, ഇതിനൊക്കെ പുറമെ 49 ക്രോസും 77 അറ്റംപ്റ്റഡ് ഷോട്ടും. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിലെ ഹയസ്റ്റ് നമ്പർ ഓഫ് ബോൾ റിക്കവറീസ് ഉള്ള വിങ്ങറും ഐസക് തന്നെയാണ്. ഈ 207 റിക്കവറികൾ ഈ പ്ലെയർ എത്ര ഹാർഡ് വർക്കിംഗ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. സെർജിയോ ലൊബേറയുടെ കീഴിൽ കത്തി നിൽക്കുന്ന ഈ ഐസക്കിനെ ഒരു ഡീല് നൽകി നമുക്ക് കൺവിൻസ് ചെയ്യാനായാൽ അതൊരു 1.5 സൈനിങ് ആയിരിക്കും. നമ്മുടെ ലിസ്റ്റിലെ നമ്പർ 1 പ്ലെയർ ഇവിടെ ഒരു അവസരം 101% അർഹിക്കുന്നു. ഇൻസൾട്ട് ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് തെളിയിച്ച മനുഷ്യൻ. ഞാൻ പറഞ്ഞു വന്നത് ജിതിൻ MS-നെ കുറിച്ച് തന്നെയാണ്. അത്രയ്ക്ക് അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം 2019-ൽ ഈ ക്ലബ്ബ് വിടുന്നത്. പക്ഷേ ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരുമെന്ന് പറയുന്ന പോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ജിതിന് വെച്ചടി കയറ്റമായിരുന്നു. 2021-ലും 2022-ലും ഗോകുലം കേരളയ്ക്കൊപ്പം ഐ ലീഗ് ജയിച്ച് AFC കപ്പ് കളിച്ച് അതിൽ ഗോൾ അടിച്ച് 2022-ൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലൂടെ ISLലേക്ക് ഒരു തിരിച്ചുവരവ്. പിന്നീട് 2024-ൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനൊപ്പം ഡ്യൂറൻ കപ്പ് അടിച്ച് ഇന്ത്യയെ സീനിയർ ലെവലിൽ റെപ്രസെന്റും ചെയ്ത് ജിതിൻ ഈ സീസൺ ആകെ മൊത്തം 12 ഗോൾ കോൺട്രിബ്യൂഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ISLൽ താൻ കളിച്ച 50 മത്സരങ്ങളിൽ 43-ലും സ്റ്റാർട്ട് ചെയ്ത ജിതിൻ 66 സക്സസ്ഫുൾ ഡ്രിബിൾസും 52 ചാൻസുകളും 44 കീ പാസുകളും 88 ക്രോസുകളും നൽകിയിട്ടുണ്ട്. മേൽ പറഞ്ഞ സ്റ്റാറ്റുകളിൽ ഈ ലിസ്റ്റിലെ വേറെ ആരും ജിതിനേക്കാൾ ബെറ്റർ അല്ല. ഇതിനൊക്കെ പുറമെ 179 ബോൾ റിക്കവറീസും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ജിതിൻ ഓഫ് ദ ബോളും ഡിഫെൻസീവ്ലിയും വളരെ ഹാർഡ് വർക്കിംഗ് പ്ലെയറുമാണ്. ഒരു മലയാളി താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ പരാജയമെന്ന് മുദ്ര കുത്തപ്പെട്ടിട്ട് ഇതുപോലെ കരിയർ റീബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട മെന്റൽ സ്ട്രെങ്ത് വേറെ ലെവലാണ്. ജിതിൻ എന്തായാലും അത് ചെയ്തു കഴിഞ്ഞു. ഇനി ഈ ക്ലബിലേക്ക് തന്നെ തിരിച്ചു വന്ന് നമ്മുടെ ആദ്യത്തെ ട്രോഫിയിലേക്ക് അദ്ദേഹത്തിന് നയിക്കാനായാൽ അതിലും വലിയ ഫെയറി ടെയിൽ സ്റ്റോറി ISL ചരിത്രത്തിൽ ഉണ്ടാവുമോ? ഈ സീസണിന്റെ ഒടുവിൽ നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള ജിതിന്റെ കോൺട്രാക്റ്റും അവസാനിക്കും. എല്ലാം കൊണ്ടും ഇതൊരു പെർഫെക്റ്റ് സൈനിങ് ആണ്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു. പിന്നെ ഈ 5 പ്ലേയേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അബ്ദുൾ റബിയെയും കൺസിഡർ ചെയ്തിരുന്നു. പക്ഷേ റബിയുടെ നമ്പേഴ്സ് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പിന്നിലാണ്. നമ്പേഴ്സ് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു ഫുട്ബോളറിനെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇവരെയൊക്കെ കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും ഒരു കോമൺ മെട്രിക് വേണം. അതുകൊണ്ടാണ് റബിയെ ഞാൻ ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷേ ഈ പ്ലെയറിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു സംശയമില്ല. തീർച്ചയായിട്ടും ഈ മലയാളി വിങ്ങറും ഒരു ഭാവി പ്രോസ്പെക്ട് തന്നെയാണ്. ആൻഡ് കൂടുതൽ ഗെയിം ടൈം കിട്ടുമ്പോൾ റബിയും നല്ലോണം തന്നെ ഡെവലപ്പും ചെയ്യും. റൈറ്റ് വിങ്ങിന് പുറകെ റൈറ്റ് ബാക്കായും കളിച്ച് പരിചയസമ്പത്തുള്ള റബി ഏതൊരു ടീമിനും ഒരു വലിയ അസറ്റാണ്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദിന്റെ പ്രശ്നങ്ങൾ മുതലെടുത്ത് നമുക്ക് ഈ പ്ലെയറിനെ സൈൻ ചെയ്യാൻ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുകയും വേണം. ബട്ട് സ്റ്റിൽ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ 5 പ്ലേയേഴ്സിനെയാണ് എനിക്ക് ചൂസ് ചെയ്യാൻ തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ രാഹുൽ KPക്ക് റിപ്ലേസ്മെന്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏത് വിങ്ങറാണ് ഇനി വരേണ്ടത്? എപ്പോഴത്തെയും പോലെ നിങ്ങൾ നിങ്ങളുടെ ചോയ്സസ് കമന്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ 5 പ്ലേയേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാനും എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. അതും മറക്കാതെ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ.
ബൈ ഫോർ നൗ.